ഇതാ കപ്പയാണ് മെയിൻ ഐറ്റം. ഇനി കപ്പേൻ്റെ കൂടെ നമ്മൾ പല പല സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടെടുക്കും. ഇത് ചിക്കൻ 65. ഇത് കപ്പ മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്യും അല്ലേ? അത് നമുക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ചിക്കൻ 65ഉം കപ്പയും കൂടെ മിക്സ്. അത് ഇതുവരെ കഴിച്ചിട്ടില്ല. ഇത് ഒരു പത്തിരിയാണ്, അരി തേങ്ങയൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഇവിടെ ഒരു സ്പെഷ്യലാണ്. പണ്ടത്തെ ഒരു പലഹാരമാണ്, ഇപ്പോൾ ശരിക്കും ഇല്ല. എന്നാലും തട്ടുകടയിൽ പൊതുവേ ഇല്ല അല്ലേ? ഇവിടെ ഉണ്ട് ഏതായാലും. ഇത് പോർക്കാണ്. ഇതിങ്ങനെ ഇച്ചിരി കറി മാതിരിയാണ് ആക്കിയിട്ടുള്ളത്. അപ്പം എന്നാലാണ് കപ്പയുടെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ സെറ്റായിട്ട് കിട്ടുള്ളൂ. അമിതാഭ് ബച്ചൻ ഫാനാണ്. ബച്ചന്റെ പടം ഞാൻ കാണാറ്. ഷോലെ, ദീവാർ, ജഞ്ചീർ, ജമീർ, മുക്കന്ദർ ക സിക്കന്ദർ, കൂൺ പസീന, കബി കബി, അദാലത്ത്, ഡോൺ, ദോസ്താന, കാലിയ, ഒരുപാട് പടങ്ങളുണ്ട്. പറയാൻ പറ്റില്ല, അത്രമാത്രം പടങ്ങൾ. അന്നത്തെ കാലത്ത് വേറെ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലല്ലോ. കുറച്ച് കാശ് വീട്ടിൽ കഴിക്കുക, പടം കാണാൻ എനിക്കല്ലായിരുന്നു. ഇത്രയധികം ഹിന്ദി സിനിമേനെ സ്നേഹിക്കുന്ന ഒരാള് തട്ടുകട തുടങ്ങിയപ്പോ ആ പേരും തന്നെ ഇട്ടല്ലോ. അതും അമിതാഭ് ബച്ചന്റെ ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ട്. നമ്മളെ കൈപ്പത്തിരി അല്ലേ? അങ്ങനെയല്ലേ പറയല്? കൈപ്പത്തിരി പോർക്കും. കൈപ്പത്തിരി കണ്ട, ഇതിനകത്ത് ഉള്ളി, തേങ്ങ, ജീരകം, ഉള്ളി എന്ന് വെച്ചാൽ ചെറിയ ഉള്ളി, ഇതൊക്കെയാണ് കേട്ടോ അരച്ചിട്ടുള്ളത്. ഇതാണെങ്കിൽ ബീഫും, അതിലും നല്ല തേങ്ങയൊക്കെ ഇട്ടിട്ടാ. ഇത് തനിയെ വേണമെങ്കിൽ അങ്ങനെ മേടിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഇപ്പം കൂടുതൽ ആളുകളും കപ്പയുടെ കൂടെ മിക്സ് ആക്കിയിട്ടാണ് മേടിക്കല്. ഇത് ചിക്കൻ്റെ വട്ടും കരളുമാണ്. ഇതും കപ്പയിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാണെങ്കിൽ ബീഫിൻ്റെ ബോട്ടി. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണ്. ഈ സ്ഥലത്തിന് പറയുക ചീരോത്തുപടി എന്നാണ്. അതായത് നമ്മളെ പറപ്പൂർ സെൻറ്ററിൽ നിന്ന് കൈപ്പറമ്പ് സെൻറ്ററിലേക്ക് പോണ വഴിയിൽ എൻ്റെ ഇടയിലാണ് ഇവിടെ ഒരു ചീരോത്ത് അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ദീവാർ തട്ടുകട, ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള പേരാണല്ലേ. ഇവിടുത്തെ അച്ഛൻ അമിതാഭ് ബച്ചൻ്റെ ഭയങ്കര ഫാനാണ്. ഭയങ്കര ഫാൻ എന്ന് ചെറുതൊന്നും പറഞ്ഞാൽ പോരാ. ആൾ കുറേ വർഷം ബോംബെയിൽ ജോലിയൊക്കെ ചെയ്ത സമയത്ത് ഹിന്ദി സിനിമയൊക്കെ കണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തട്ടുകട തുടങ്ങിയപ്പോൾ അമിതാഭ് ബച്ചൻ്റെ ഒരു ഫോട്ടോയും വെച്ച് ദീവാർ എന്നൊരു പേര് ഇട്ടു. പക്ഷെ കിട്ടുന്ന സാധനങ്ങളൊക്കെ തൃശ്ശൂരുകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടല്ലോ. അതായത് ഈ കപ്പ ചേർത്തിട്ടുള്ള മിക്സ്, ബോട്ടി, കപ്പ ബീഫ്, കപ്പ പോർക്ക്, അങ്ങനത്തെ സാധനങ്ങളില്ലേ, ചിക്കൻ പാർട്സ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ചേർത്ത് മിക്സാണ് നമുക്കിവിടെ കിട്ടണത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. അമ്മ തന്നെയാ വെക്കണതൊക്കെ, പാചകമെല്ലാം. ഇതിന്റെ വിലയൊക്കെ എങ്ങനെയാ? ഓരോന്നിനും പത്തിരി 20 രൂപ, കൊള്ളി 20 രൂപ, ചിക്കൻ 65 120, അതൊരു 200 ഗ്രാമിന്റെ മുകളിലുണ്ടാവും. പിന്നെ ബീഫ് ഒരു പ്ലേറ്റ് 80, ബീഫും കൊള്ളിയാവുമ്പോൾ 100. പിന്നെ അതുപോലെ പോർക്ക് കൊള്ളി ഒരു പ്ലേറ്റ് 80 തന്നെയാണ്, കൊള്ളി കൂട്ടുമ്പോൾ 100. പിന്നെ ചിക്കൻ പാർട്സ് 60, അതിൽ കൊള്ളി കൂട്ടുമ്പോൾ 80. പിന്നെ ബോട്ടിയും കൊള്ളിയാവുമ്പോൾ 80, ബോട്ടി തന്നെ 60. കാടമുട്ട 6 ഒരു സെറ്റ് 30. എത്ര മണിക്കാ കട തുറക്കുക? 5:30. 5:30 എന്നിട്ട് എത്ര മണി വരെ കാണൂതല്ലോ? ചിലപ്പോ 8:30 വരെ, ചിലപ്പോ 10 മണിയാവും. 10 മണിയാ പറയാൻ പറ്റില്ല അല്ലേ, തീരണേന്റെ അനുസരിച്ചിട്ട്. അപ്പൊ നമുക്ക് ഞായറാഴ്ച ദിവസം ഉണ്ടാ? ഇല്ല, ഒരു ദിവസം അവധി ഉണ്ട്. അച്ഛൻ ബോംബെയിലായോണ്ടാണ് കടക്ക് ഇങ്ങനെ പേരിട്ടേന്ന് പറഞ്ഞു അല്ലേ? എത്ര കാലം ഉണ്ടായിരുന്നു പുറത്ത്? ഞാൻ ബോംബെയിൽ 25-30 ഉണ്ടായിരുന്നു. ഒന്നും പോയി കൊണ്ട്. അമിതാഭ് ബച്ചൻ ഫാനാണ്. ബച്ചന്റെ പടം ഞാൻ കാണാറ്. പിന്നെ ഹിന്ദി പഠിക്കാനൊക്കെ ഒരു അവസരം കിട്ടിയത് ഈ പടം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറേശ്ശെ ഹിന്ദി പഠിക്കാൻ പറ്റിയ. ഇപ്പൊ നല്ല സംസാരിക്കുവാ ഹിന്ദിയിലാ? ശരി. പക്ഷെ ഇവിടെ ഇപ്പൊ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മളിപ്പോ ഹിന്ദിക്കാരോട് സംസാരിച്ചു കഴിഞ്ഞാല് ചേട്ടാ മലയാളം പറഞ്ഞോ, എനിക്കറിയാം, നമ്മൾ ഹിന്ദി കേൾക്കാൻ പറ്റും, ഹിന്ദിയിൽ പറയാം അവരോട്. അയ്യ ബൈറ്റ് എന്നൊക്കെ പറഞ്ഞ ചേട്ടൻ മലയാളം പറഞ്ഞാൽ പറയാം. അവരിപ്പോ ഹിന്ദി പറഞ്ഞിട്ട് മലയാളത്തിലായി അല്ലേ? ഞാൻ ചില സമയത്ത് ബോംബെയിൽ പച്ചൻ കയറി പറഞ്ഞ കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിന് പടം കണ്ടു തുടങ്ങിയതേ. അപ്പൊ എനിക്ക് താല്പര്യപ്പെട്ടു. ഇപ്പോഴും ഏതെങ്കിലും സെക്കൻഡ് പടക്കം അടുത്തിനെ പോയിട്ട് കാണാൻ അത്രയും താല്പര്യം എനിക്ക്. ആളെ അഭിനയം, ആളുടെ ശബ്ദം, ആളെ ഗാംഭീര്യം ഒന്നും പറയണ്ടല്ലോ. ഇന്ത്യന്റെ ഒരു സിനിമ അഭിനയ ചക്രവർത്തിയാണ്. അത് പ്രത്യേകം ഞാൻ പറയേണ്ട ആവശ്യമില്ല. കട തുടങ്ങിയപ്പോ ഒരു പേര് വേണമെന്ന് പഞ്ചായത്തിലേ. അപ്പോ ഞാൻ മോളിന്റെ കല്യാണം കഴിഞ്ഞ് പോയില്ലേ, ഞാൻ പിന്നെ വിചാരിച്ചേ ദീവാർ. അപ്പൊ സാറ് എന്താ സംഭവം എന്ന് വെച്ചു. ഒന്നുമില്ല, അതൊരു സിനിമയുടെ പറയണം, ചെമ്പരെന്നുള്ള അർത്ഥം വേറെ ഒന്നുമില്ല. അങ്ങനെയാണ് ദീവാർന്ന് കേട്ടോ. ഉള്ളിയും നാരങ്ങയും മല്ലിയിലയൊക്കെ ഇട്ടിട്ട് നല്ല അലങ്കരിച്ചിട്ടാണ് കേട്ടോ തരുന്നത്. നല്ല ചൂട് കൊള്ളാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ തട്ടുകടയുടെ വീഡിയോ ചെയ്തില്ലേ, അപ്പോൾ അത് കണ്ടപ്പോൾ
ഇവിടുത്തെ അച്ഛൻ്റെ മോള് രേഷ്മ എനിക്കൊരു മെസ്സേജ് അയച്ചു, ചേച്ചി ഞങ്ങളെ കടയിലും കൂടെ വന്നൊരു വീഡിയോ എടുക്കുമെന്നൊക്കെ ചോദിച്ചേ. അങ്ങനെ ഞാൻ പറഞ്ഞു അപ്പോൾ ഇനി ഞാൻ വരുമ്പോൾ വന്നെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെയും നമ്മൾ ഇതുപോലത്തെ കുറേ മിക്സ് സാധനങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ഭാഗത്തേക്ക് തട്ടുകടകളിലൊക്കെ കൂടുതലും ഇങ്ങനത്തെ സാധനങ്ങളാണ് തോന്നുന്നു. ഞാൻ അങ്ങനെ ദോശയൊന്നും അധികം കണ്ടില്ല. കണ്ട സ്ഥലത്തൊക്കെ ഇതുപോലെയുള്ള കപ്പ മിക്സ് എല്ലാവരുമാണ് ഉള്ളത്. നല്ല രസമുണ്ട് കേട്ടോ. അപ്പം നമ്മളെപ്പോഴും കാണുന്നത് പോർക്ക് മറ്റേ ബോട്ടി അങ്ങനത്തെ മിക്സ് അല്ലേ. ഇത് ചിക്കൻ 65 ചേർത്തൊരു മിക്സ്. അതിൽ കുറച്ച് ഇങ്ങനെ ഗ്രേവിയും കൂടെ ചേർക്കുന്നുണ്ട്. നല്ല സ്വാദുണ്ട്. ഇതാ കൈപ്പത്തിരി കണ്ട. ഇതിനകത്ത് ഉള്ളി, തേങ്ങ, ജീരകം, ഉള്ളി എന്ന് വെച്ചാൽ ചെറിയ ഉള്ളി, ഇതൊക്കെയാണ് കേട്ടോ അരച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നമ്മൾ മേടിച്ചിട്ടുള്ളത് പോർക്കാണ്. ഞാൻ വിചാരിച്ചു നമ്മളെ അങ്കമാലിക്കാരാണ് ഏറ്റവും കൂടുതൽ പോർക്ക് കഴിക്കണതെന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ തൃശ്ശൂർ 3-4 വീഡിയോ എടുക്കാൻ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അങ്കമാലി പോലെ തന്നെ തൃശ്ശൂരുകാരും പോർക്ക് കഴിക്കുന്ന ആളുകളാണ്. നമ്മൾ ഇതിൻ്റെ കൂടെ ഇതാണ് മേടിച്ചിട്ടുള്ളത്. നല്ല ഇങ്ങനെ ഗ്രേവി അല്ല കേട്ടോ, ഒന്ന് വരട്ടിയിട്ടുള്ള, അതായത് വീണ്ടും ഒന്നുകൂടെ ചൂടാക്കിയിട്ടാണ് തിന്നത്. അപ്പോൾ ഇത് കപ്പേൻ്റെ കൂടെ മിക്സിനും കൊടുക്കുന്നതാണ്. നമ്മളിപ്പോൾ പത്തിരീൻ്റെ കൂടെ മേടിച്ചു. കറിയൊന്നും വേണ്ട, നല്ല രസമുണ്ട് ഇങ്ങനെ തിന്നാൻ. തിരുവനന്തപുരം സൈഡിലേക്ക് ഈ സാധനം ഒറട്ടി എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ തന്നെ, അതായത് ഇങ്ങനെ കല്ലിൽ വെച്ചൊന്നല്ല വരുത്തുക, നമ്മൾ ആ കുഴച്ച മാവിനെ, തിളച്ച വെള്ളത്തിൽ കുഴച്ച മാവിനെ ദോശക്കല്ലയിൽ തന്നെ കൈ കൊണ്ട് ഇങ്ങനെ 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 പരത്തിയിട്ട് ചുട്ടെടുക്കും. ഏതാണ്ട് അതിൻ്റെയൊക്കെ ഒരു ചെയ്താൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞേ, അച്ഛൻ്റെ പേര് പീതാംബരൻ എന്നാണ് കേട്ടോ, അമ്മേൻ്റെ പേര് ഷീലാണ്. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഇത് കട്ടൻ ചായൻ്റെ കൂടെ ഭയങ്കര രസമാണ്. ശരിയായിരിക്കും, നല്ല രസമുണ്ട് ഇങ്ങനെ കഴിക്കാൻ. ഇന്ന് കുറച്ച് കറി കൂട്ടി കഴിച്ച് നോക്കാം. എന്താ സ്വാദം. എല്ലാ നാട്ടിൽ ചെല്ലുമ്പോഴും എല്ലായിടത്തെയും മസാല വേറെ വേറെയാണ്. ഞാൻ അന്നും നമ്മൾ തൃശ്ശൂരത്തെ വീഡിയോ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞങ്ങളവിടെ ഇതിൻ്റെ ഒരു സാമ്യവുമില്ല പോർക്ക് വയ്ക്കുന്നത്. ഭയങ്കര വ്യത്യാസമാണ്. അങ്കമാലിയിലെ നമ്മളെ എയർപോർട്ട് റോഡിലേക്ക് പോകുമ്പോൾ പന്നിക്കുഴിച്ചാലിൽ ജോർജ് ഏട്ടൻ്റെ ഒരു കപ്പയും പോർക്കൊക്കെ ഇടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോയി കഴിച്ചു നോക്കണം. അത് ഭയങ്കര വ്യത്യാസം. പിന്നെ ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ ബീറ്റ്റൂട്ട് ചാർന്ന് മുക്കിയിട്ട്, അപ്പം നമ്മൾ ഇലയിൽ ഇങ്ങനെ വിട്ട് തരുമ്പോൾ ഒരു മജന്ത കളറുള്ള ഒരു സാധനം ഇങ്ങനെ കാണും. അപ്പോൾ ആദ്യം നമ്മൾക്കത് പൂവോ എന്ന് വിചാരിക്കും. പക്ഷെ അത് ബീറ്റ്റൂട്ട് ചാറിൽ ഇങ്ങനെ പിഴിഞ്ഞിട്ടുള്ള സവാള ഉള്ളിയാണ്. അത് വേറൊരു സ്വാദ്, ഇത് വേറൊരു സ്വാദ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ കറിയൊന്നും ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ അധികം എരിവില്ല, പാകത്തിനേ ഉള്ളൂ. നല്ല സൂപ്പറായിരുന്നു കേട്ടോ ഈ സാധനം. ഇതങ്ങനെ എല്ലായിടത്തും കിട്ടണ ഒരു സംഗതിയല്ല. ഇവിടുത്തെ അച്ഛൻ പറയാണ്, ഇവിടെ എല്ലാം കല്യാണം കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും വിരുന്നിന് വരാമെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതിന് പണ്ട് കാലത്തൊക്കെ, ഇപ്പോഴല്ല, പണ്ട് കാലത്തൊക്കെ പ്രധാനമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതും ഇറച്ചിക്കറിയായിരുന്നു. ഞങ്ങളവിടെയൊക്കെ എന്ന് വെച്ചാൽ പിടി, അതായത് അവലോസ് പൊടി നല്ല വറുത്തിട്ട് അതിനെ ബോളാക്കിയിട്ട് പിടി ഉണ്ടാക്കും. പിടിയും കോഴി, നമ്മുടെ പേജിൽ അതിൻ്റെ വീഡിയോ ഉണ്ട്. ഞാനും അമ്മയും കൂടെ വീട്ടിൽ കോഴിയും പിടിയിറച്ചിയും അങ്ങനെയാണ് അതിന് പറയുക, പിടിയിറച്ചിയും ഉണ്ടാക്കണതിൻ്റെ വീഡിയോ നമ്മുടെ പേജിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് കുറേ ആളുകൾ പറഞ്ഞു ഇത് ഇങ്ങനൊരു പലഹാരം ഉണ്ടോ, നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ. നമ്മളവിടെയൊക്കെ വിരുന്നിന് വരുമ്പോൾ അതാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം പക്ഷേ എല്ലാവരും ഒന്നുകിൽ ഹോട്ടലിൽ നിന്ന് മേടിക്കും, അതല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ഹോട്ടലിലേക്ക് പോകും അല്ലേ, അങ്ങനെയൊക്കെ ആയി മാറി. സിസ്റ്റമൊക്കെ മാറിയല്ലോ. പണ്ട് എന്ന് വെച്ചാൽ വിരുന്നിന് വിളിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ചടങ്ങാണ്. വരുമ്പോൾ മുതൽ വീട്ടിലുള്ളവർ ഇങ്ങനെ പണികൾ തുടങ്ങും, പലഹാരങ്ങൾ ഉണ്ടാക്കലും അതും ഇതൊക്കെ തുടങ്ങും. അതൊരു ഉത്സവം മാതിരിയാണ്. അങ്ങനെ ബന്ധത്തിലായതും കല്യാണം കഴിഞ്ഞാലൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അവരെ വിരുന്നിന് വരുന്ന ദിവസം. എന്നൊക്കെയാണ് നമുക്ക് ഇറച്ചിയൊക്കെ തിന്നാനുള്ളൊരു ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള വേറിട്ട രുചിക്കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.